അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ ഈ രാത്രിയിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ ദിക്റ് ചൊല്ലാൻ, പുണ്യ റസൂലിൻ്റെ സ്വലാത്തുകൾ പറയാൻ നാം ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ. മുത്ത് നബിയുടെ മാസമായ ശഅബാനിലൂടെ നമ്മുടെ മാസമായ റമദാനിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ശഅബാൻ ലഭിക്കാത്തവന് റമദാനില്ല എന്നാണ്. അല്ലാഹു ശഅബാനും റമദാനും ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അല്ലാഹ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു തൗഫീഖിലൊന്നാണ് ഈ രാത്രി ഇതുപോലെ ഒരുമിക്കാൻ പറ്റിയില്ലേ അല്ലേ? ഇതുപോലെ നമുക്ക് ഒരുമിക്കാൻ പറ്റിയില്ലേ? അല്ലാഹ് ചെയ്ത എത്ര വലിയ തൗഫീഖാണത്. ഇങ്ങനെ ഓരോ രാത്രിയിലും ദിക്റുകളിലായി, സ്വലാത്തുകളിലായി, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളിലായി ഒരുമിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാഭാഗ്യമാണ്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്നത് നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ തൗഫീഖ് തന്നതിന് മനസ്സറിഞ്ഞുകൊണ്ട് ഹംദീദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനെ തിരിച്ചറിയാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ചൊല്ലുന്നത് ഹിസ്ബുൽ ബഹർ എന്ന ദിക്റാണ്. ഞാനിങ്ങനെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോഴേ ഒരുപാട് സങ്കടങ്ങളാണ്, എന്തോരം വിഷമങ്ങളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവളെ ഒരു ഉമ്മ വിളിച്ചിട്ട് പൊട്ടിക്കരയാണ്. അവർ വല്ലാതെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ക്രൂരമാം വിധം അവരുടെ വീട്ടിൽ വല്ലാതെ സ്വന്തം മകനാൽ വേദനിപ്പിക്കപ്പെടുന്ന ഒരു ഉമ്മ. അങ്ങനെ തുടങ്ങി പല ആളുകളും സങ്കടം പറയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും വിഷമതകൾ നീക്കുമാറാകട്ടെ. അപ്പം നമ്മൾ ചെയ്യേണ്ട നന്മകളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഈ ഹിസ്ബുൽ ബഹർ എന്ന ദിക്റ് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാമുന ശാദുലി റളിയല്ലാഹു അൻഹു, ശാദുലി ഇമാമിനെ അറിയാത്തവരാണ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ കുത്തുബല്ലേ. അപ്പം ശാദുലി ഇമാമ് ചൊല്ലിയിരുന്ന ദിക്റാണിത്, ഹിസ്ബുൽ ബഹർ. അതായത് കടലിൽ മഹാനവറുകൾ ഇങ്ങനെ ഹജ്ജിന് പോകുന്ന വഴിക്ക് കപ്പലെന്ന് പായ്ക്കപ്പലാണല്ലോ, കാറ്റില്ലാതെ ദിശ തെറ്റി നിൽക്കുന്ന സമയത്ത് ഹിസ്ബുൽ ബഹർ ചൊല്ലി അങ്ങനെ രക്ഷപ്പെട്ട സംഗതികളൊക്കെ കറാമച്ചികളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത്ര വലിയ അത്ഭുതമാണ് ഹിസ്ബുൽ ബഹർ എന്ന് പറയുന്നത്. നമ്മൾ എന്തിനു വേണ്ടി ഓതിയോ അതല്ല നടത്തി തരുന്ന. എന്താഗ്രഹം നമ്മുടെ മനസ്സിലുള്ളത്? ഒരുപാട് നാളായി ഉസ്താദേ ഈ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. എന്താഗ്രഹമായിക്കോട്ടെ, എത്ര വലിയ സങ്കടമായിക്കോട്ടെ, ആ സങ്കടം അല്ലാഹ് മാറ്റി തന്നിട്ട് ആഗ്രഹം അല്ലാഹ് നടപ്പാക്കി തരും. ഹിസ്ബുൽ ബഹർ ചൊല്ലിയാൽ മതി. അതുപോലെ പേടിയാണ് പല ആളുകൾക്കും, കുടുംബത്തിൽ പേടി, ശൈത്താനുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ഉറങ്ങാൻ പറ്റണില്ല, കിടക്കുമ്പോഴേക്ക് ഞെട്ടി എഴുന്നേൽക്കുന്നു, എന്ത് ഭയവും അള്ളാഹു നീക്കിത്തരും ഹിസ്ബുൽ ബഹറിലൂടെ. അതുപോലെ എത്ര വലിയ രോഗം, മാരക രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ക്യാൻസറാണ്, ഉമ്മക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞവർ, ബ്ലഡ് ക്യാൻസറാണെന്ന് പറഞ്ഞവർ, ഏത് ക്യാൻസറാണെങ്കിലും ഇതൊക്കെ തരുന്നതാരാൻ? അള്ളാഹു അല്ലേ. ആ റബ്ബുൽ ആലമീൻ ഇത് മാറ്റാൻ വലിയ താമസമുണ്ടോ? ഉണ്ടോ? അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ മനസ്സിലാക്കുന്ന ഖൽബ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിക്ർ കൊണ്ട് എത്ര വലിയ രോഗവും മാറും. നമ്മൾ ചികിത്സിക്കേണ്ടതൊക്കെ ചികിത്സിക്കണം, എന്നിട്ട് ധൈര്യമായിട്ട് ചൊല്ലിക്കോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഡിപ്രഷനിലാണെന്ന് പറഞ്ഞവർ, സങ്കടങ്ങളാണ്, ടെൻഷനാണ്, സ്ട്രെസ്സ് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റണില്ല, ഒരാളുടെ മുഖത്തോട്ടൊക്കെ ചിരിക്കാൻ പറ്റണില്ല, ഡിപ്രഷൻ സ്റ്റേജിലാണ്. എന്തോ ആകട്ടെ, ഡിപ്രഷനിൽ നിന്ന് അള്ളാഹു മോചനം തരുമെന്നാണ്. അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ, എന്തോരം പ്രശ്നങ്ങളാണ്. അമ്മായിയമ്മ മരുമോള് പോരും കൊണ്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ അമ്മായിയമ്മ പോരൊക്കെ എടുക്കാറുണ്ടോ? അല്ല, നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്. ഏതായാലും അമ്മായിയമ്മ പോരൊന്നും എടുക്കരുത്. ഇനി മരുമോള് പോര് എടുക്കാനും പാടില്ല, രണ്ടുപേരും പോരെടുക്കാൻ പാടില്ല കേട്ടോ. അമ്മായിയമ്മയും മരുമോളും അല്ല, പിന്നെ ആരാണ് നമ്മൾ പറഞ്ഞത്? ഉമ്മായും മോളുമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, എന്നാലും ഉമ്മായും മോളുമായി ജീവിക്കാൻ തൗഫീഖ് പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഏറ്റവും പരമപ്രധാനമായ ഒന്ന് ഹുസ്നുൽ ഖാത്തിമ. മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഹിസ്ബുൽ ബഹർ കാരണമാ. ആ മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. ഏതായാലും ഹിസ്ബുൽ ബഹർ നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ യാ അലിയു യാ അദീമു യാ ഹലീമു യാ അലീം അൻത റബ്ബി വഇൽമുക ഹസ്ബി ഫനിഅമർ റബ്ബു റബ്ബി വനിഅമൽ ഹസ്ബു ഹസ്ബി തൻസുറു മൻ തശാ വഅൻതൽ അസീസുർ റഹീം. نسألك العصمة في الحركات والسكنات
والكلمات والإرادات والخطرات من السكوك والظنون والأوهام الساترة للقلوب عن مطالعة العيوب. فقد ابتلي المؤمنون وزلزلوا زلزالا شديدا. وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا. فثبتنا وانصرنا وسخر لنا هذا البحر كما سخرت البحر لموسى عليه السلام، وسخرت النار لإبراهيم عليه السلام، وسخرت الجبال والحديد لداود عليه السلام، وسخرت الريح والشياطين والجن لسليمان عليه السلام، وسخر لنا كل بحر هو لك في الأرض والسماء والملك والملكوت، وبحر الدنيا وبحر الآخرة، وسخر لنا كل شيء يا من بيده ملكوت كل شيء. كافها يا عين صاد، كافها يا عين صاد، كافها يا عين صاد. انصرنا فإنك خير الناصرين، وافتح لنا فإنك خير الفاتحين، واغفر لنا فإنك خير الغافرين، وارحمنا فإنك خير الراحمين، وارزقنا فإنك خير الرازقين، واهدنا ونجنا من القوم الظالمين، وهب لنا من لدنك ريحا طيبة كما هي في علمك، وانشرها علينا من خزائن رحمتك، واحملنا بها حمل الكرامة مع السلامة والعافية في الدين والدنيا والآخرة، إنك على كل شيء قدير. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا، والسلامة والعافية في ديننا ودنيانا، وكلنا صاحبا في سفرنا وحضرنا، وخليفة في أهلنا، واطمس على وجوه أعدائنا، وامسخهم على مكانتهم فلا يستطيعون المضي ولا المجيء إلينا. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم، تنزيل العزيز الرحيم، لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون.
شاهت الوجوه شاهت الوجوه شاهت الوجوه وعنت الوجوه للحي القيوم وقد خاب من حمل ظلما طاسين حاميم عين سين قاف مرج البحرين يلتقيان بينهما برزخ لا يبغيان حاميم 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 حم الأمر وجاء النصر فعلينا لا ينصرون حاميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير بسم الله بابنا تبارك حيطاننا ياسين سقفنا كافها يا عين صاد كفايتنا حاميم عين سين قاف حمايتنا فسيكفيكهم الله وهو السميع العليم فسيكفيكهم الله وهو السميع العليم فسيكفيكهم الله وهو السميع العليم ستر العرش مسبول علينا وعين الله ناظرة إلينا بحول الله لا يقدر علينا والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ فالله خير حافظا وهو أرحم الراحمين فالله خير حافظا وهو أرحم الراحمين فالله خير حافظا وهو أرحم الراحمين إن وليي الله الذي نزل الكتاب وهو يتولى الصالحين إن وليي الله الذي نزل الكتاب وهو يتولى الصالحين إن وليي الله الذي نزل الكتاب وهو يتولى الصالحين حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാവങ്ങളെല്ലാം അള്ളാഹു കരിച്ചു കളയുമാറാകട്ടെ. ഇപ്പോൾ നാം ചൊല്ലിയ ഹിസ്ബുൽ ബഹറിൻ്റെ ബർക്കത്തുണ്ട്.
എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം അള്ളാഹു റബ്ബുൽ ആലമീൻ തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്പം മദ്ഹ് എന്ന് ചൊല്ലാം. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي. الله 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 عليه توكلوا أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الله 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 عليه توكلوا. ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي. الله 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 عليه توكلوا. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നീ കബൂൽ ചെയ്യണേ തമ്പുരാനേ, നിന്റെ ഹബീബിന്റെ മദ്ഹാണല്ലോ അല്ലാ ഞങ്ങൾ ചൊല്ലിയത്. മദ്ഹെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു കബൂലാകട്ടെ. നിങ്ങളാൽ കഴിയുന്നൊരു ഹദിയ ഇന്ന് ഈ നമ്മുടെ റിലീഫ് ഫണ്ടിലേക്ക് ഹദിയ ചെയ്യുക. ചിലപ്പോൾ ചില ആളുകൾക്ക് ആകുന്നില്ല, അപ്പം പിറ്റേ ദിവസം ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്നത് ചെറിയ തുകയാണെങ്കിലും ഓരോ ദിവസവും റമദാൻ 30 വരെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളാൽ കഴിയുന്നൊരു ഹദിയ ചെയ്യുക. ചെറിയ കാര്യമൊന്നുമല്ലല്ലോ, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള കാര്യമാണ്. അള്ളാഹു അത് ഭംഗിയായി നിറവേറ്റാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കണം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ അള്ളാഹു നീക്കുമാറാകട്ടെ, അള്ളാഹു നീക്കി തരുമാറാകട്ടെ. ചെറിയൊരു ദുആ ആത്മാർത്ഥമായിട്ടൊന്ന് ആമീൻ പറഞ്ഞേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനേ. നിന്റെ ദിക്റുകൾ ചൊല്ലിയ സദസ്സാണ് അല്ലാഹ്, നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ചൊല്ലിയ സദസ്സാണ് അല്ലാഹ്. പടച്ചവനേ, ആലിമീങ്ങളിലേക്ക് ഹദിയ ചെയ്യപ്പെട്ട സദസ്സാണ് അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനേ. കൈവെടിയല്ലേ അല്ലാഹ്, സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. പടച്ചവനേ, സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിലുള്ള മുറാദുകൾ അറിയുന്ന നാഥാ, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എത്രയെത്ര കുടുംബ പ്രശ്നങ്ങളാണ് റബ്ബേ, പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ താമസിക്കുന്നവർ തമ്മിൽ മാനസികമായ ഐക്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, സന്തോഷം കുടുംബത്തിൽ നിറച്ചു നൽകണേ അല്ലാഹ്. ഇണകളെ നന്നാക്കണേ അല്ലാഹ്. മദ്യപാനികളുണ്ട്, നേർവഴിയിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കിടയിൽ മഹബ്ബത്തിട്ട് തരണേ അല്ലാഹ്. യാ റബ്ബന, പൊന്നുമക്കളെ നിർവഴിയിലാക്കണേ അല്ലാഹ്. മക്കൾ നിമിത്തം വേദനിക്കുന്ന എത്രയോ ഉമ്മമാരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നത്. യാ റബ്ബന, യാ റബ്ബന, കണ്ണീര് നീ തുടയ്ക്കണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, പ്രയാസങ്ങൾ ഞങ്ങൾ സഹിക്കുമ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്യാൻ കാണിക്കുന്ന മനസ്സ്, യാ റബ്ബന, അത്തരം പ്രയാസങ്ങളിൽ നിന്നതു നിമിത്തം ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ സന്തോഷം തരണയല്ല. എത്ര അസുഖബാധിതരാണ് ഹിസ്ബുൽ ബഹറിന്റെ ബറക്കത്ത് കൊണ്ട്. യാ റബ്ബനാ, പടച്ചവനെ, അസുഖങ്ങൾക്ക് ശമനം തരണയല്ല. ക്യാൻസർ, ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവരുണ്ട്. എല്ലാവർക്കും പരിപൂർണ ശിഫാ നീ നൽകണേ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നിന്നോടല്ലാതെ ആരിലേക്ക് കൈ ഉയർത്താനാണല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. പടച്ചവനെ, ജോലിക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നവരുണ്ട്, ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ. പടച്ചവനെ, വിദേശത്തുള്ളവരുണ്ട്, പ്രവാസികളുണ്ട്. യാ റബ്ബനാ, എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഇഖാമയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നീ എളുപ്പമാക്കണേ അല്ലാ. ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുണ്ട്, കടക്കെണിയിൽ പെട്ടുപോയെന്ന് പറഞ്ഞവരുണ്ട്. കടങ്ങളെല്ലാം നീ വീട്ടണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഇന്ന് ഖബറിലാണ് അല്ലാ. യാ റബ്ബനാ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണയല്ല. ഖബറിലെ പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല. അദാബുകളിൽ നിന്ന് കാക്കണയല്ല. കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണയല്ല. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ അല്ലാ. യാ റബ്ബനാ,
റബ്ബനാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പടച്ചവനെ, പരിശുദ്ധ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാത്തൊരു മരണം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പുണ്യഭൂമിയിൽ പറയാവർത്തി ചെല്ലാൻ എൻ്റെ ഹബീബിന്റെ റൗള കണ്ട് പൊട്ടിക്കരഞ്ഞ് കോടാനുകോടി സലാമുകൾ പറയാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.